ചോദ്യം ₹400 മൈനസ് ₹199.50. ഇതെങ്ങനെ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുക? 400 രൂപയിൽ നിന്ന് 199 രൂപ 50 പൈസ കുറക്കണം. നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷെ നമുക്കിതിങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കണം എക്സാമിന്. മനസ്സിൽ ചെയ്ത് ഉത്തരം എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? ഇതിന് പോയിൻ്റ് ഉണ്ട്, ഇതിന് പോയിൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം. എന്താണെന്ന് വെച്ചാൽ ഒരു സംഖ്യ എഴുതി പോയിൻ്റ് ഇട്ടിട്ട് എത്ര പൂജ്യമാണെങ്കിലും നമുക്ക് ചേർക്കാം. ഈ സംഖ്യക്കൊരു മാറ്റം വരില്ല. കാരണം എന്താ? ഈ സീറോസിന് വാല്യൂ ഇല്ല. നമ്മൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് സീറോകൾ മാത്രം ചേർക്കുകയാണെങ്കിൽ ആ സീറോക്ക് വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര പൂജ്യം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളോട് 400 നിന്ന് 400 നിന്ന് 199.50 മൈനസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ പോയിൻ്റ് ഇട്ടിട്ട് ഇഷ്ടമുള്ള അത്ര പൂജ്യങ്ങൾ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 പൂജ്യം ചേർത്താൽ മതി. അപ്പോൾ 400.00 എന്നിട്ട് മൈനസ് നിടുക. ഇനി ഇതിനെഴുതുക. ഫസ്റ്റ് ഈ പോയിൻറ്റിനെ കൊണ്ടുപോയിട്ട് ഇവിടെ എഴുതുക. ഇത് നിങ്ങൾ തെറ്റിക്കും പലരും. 199. ഇതിപ്പം ഇവിടെ 3 അക്കം, ഇവിടെ 3 നമ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല. നിങ്ങൾ സാധാരണ എഴുതും. പക്ഷേ 2 നമ്പർ 3 നമ്പർ അങ്ങനെയൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇത് നമ്മൾ പോയിൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് തുടങ്ങുക. 991. ഇവിടെ ഉള്ളതോ പോയിൻറ്റിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടാണ് എഴുതുക. അതെപ്പോഴും മനസ്സിൽ വെക്കണം കേട്ടോ. രണ്ടാമത്തെ നമ്പർ എഴുതുമ്പോൾ ആദ്യം പോയിൻ്റ് ഇടുക. ഈ ഭാഗത്തുള്ള നമ്പർ ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതുക. ഈ ഭാഗത്തുള്ള നമ്പർ ഇവിടുന്ന് അങ്ങോട്ട് എഴുതുക. ഇനി നേരെ കുറക്കുക. 0 മൈനസ് 0 0. ഇനി പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കണ്ട. നിങ്ങളിങ്ങനെ കടം കൊടുക്കാനൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ ബോറോ ചെയ്യൂലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ പോയിൻ്റ് ഉണ്ടാകുമ്പോൾ ഈ ഭാഗത്തു നിന്ന് ആ ഭാഗത്തേക്ക് പോകാൻ പാടുണ്ടോ എന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെയൊക്കെ ചെയ്യുക. നിങ്ങൾ പോയിൻ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. പക്ഷേ പോയിൻറ്റിനെ അവിടെ ചേർത്ത് കൊടുത്താൽ മതി. 0 മൈനസ് 0 0. 0 മൈനസ് 5. 0 നിന്ന് 5നെ കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് മുന്നിലുള്ള ഇതിൻ്റെ ഇവിടുന്ന് ഒന്ന് ബോറോ ചെയ്യും, ഒന്ന് കടം വാങ്ങും. പക്ഷെ ഇവിടെ പൂജ്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി, ഇവിടെയും പൂജ്യമാണ്. ഇവിടെ മാത്രമുള്ള നമ്പർ. അപ്പോൾ ഈ 4ൽ നിന്ന് ഒരു 1നെ കടം വാങ്ങും. അപ്പോൾ ഈ 4 3 എന്നാവും. ഈ 1നെ നേരെ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. ഈ 4ന് ഈ ഒരു നമ്പറിന് മാത്രമേ സംഖ്യ കടം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ 4 ഒരു 1നെ ഈ പൂജ്യത്തിന് കൊടുത്ത്. അപ്പോൾ ഈ 0 1 എന്നാണ് ആവുക? അല്ല. ആ 1 പൂജ്യത്തിൻ്റെ ഈ സൈഡിലാണ് വരിക. അതായത് 1 10 എന്നായി. 4 കുറഞ്ഞിട്ട് 4ൽ നിന്ന് 1 കുറയുള്ളൂ. അത് 3 എന്നായി. അപ്പോൾ ഈ 0 10 എന്നായി കേട്ടോ. ഇനി ഈ 10 ഈ പൂജ്യത്തിന് ഒരു 1നെ കൊടുത്തിട്ട് ഈ പൂജ്യത്തിനെ 10 എന്നാക്കിയിട്ട് മാറ്റി. അപ്പോൾ ഈ 10 എന്താവും? 1 കുറയും, 9 എന്നാവും. ഇനി ഈ 10 ഈ പൂജ്യത്തിന് 1നെ കൊടുത്തിട്ട് ഈ പൂജ്യത്തിനെ 10 എന്നാക്കി. ഈ 10 9 എന്നായി. ഇനി നേരെ ചെയ്യാം. 0ൽ നിന്ന് 5നെ കുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ മാറ്റി 10 എന്നാക്കി. ഇവിടെ 10ൽ നിന്ന് 5 കുറച്ചാൽ 5. പോയിൻ്റ് ഇടുക. ഇവിടെ 9 ആണല്ലോ, ആണ്. 10 അല്ല, അത് 9 എന്നായിന്. 9ൽ നിന്ന് 9നെ കുറച്ചാൽ 0 9. 9ൽ നിന്ന് 9നെ കുറച്ചാൽ 0 3 എന്നായിട്ടുണ്ട്. 4. 3ൽ നിന്ന് 1നെ കുറച്ചാൽ 2. 200.50. ഇതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾ പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ എഴുതുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. സ്ഥാനങ്ങൾ പ്ലേസ് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ആൻസർ ആകെ തെറ്റും കേട്ടോ.